നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മട്ടന്നൂർ ഇരിക്കൂർ റൂട്ടിൽ നായ്ക്കാലിയിൽ റോഡ് തകർന്ന സംഭവത്തിൽ പുഴയോരം ഒഴിവാക്കി പുതിയ പാത നിർമ്മിക്കുവാൻ കിഫ്ബി അംഗീകാരം കിട്ടിയതായി കെ ശൈലജ ടീച്ചർ MLA. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് പുഴയോരം ഒഴിവാക്കി റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചതായി കെ ശൈലജ ടീച്ചർ MLA. എന്നാൽ മുഴുവൻ റോഡും ചെയ്താൽ മാത്രമേ ആ പ്രോജക്റ്റ് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ളൂ. അതുകൊണ്ട് മട്ടന്നൂർ ഇരിക്കൂർ റോഡ് മുഴുവൻ ചെയ്തു തീർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റും ഉണ്ടാക്കി നമ്മൾ ഗവൺമെന്റ് കൊടുത്തു. നമുക്കതിന് 20 കോടി രൂപ 50 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടുകയുണ്ടായി. ഈ വാളിന്റെ കൺസ്ട്രക്ഷനും റോഡിന്റെ ബാക്കി ഭാഗം ചെയ്യുന്നതിനും വേണ്ടിയാണ്. ആ വർക്ക് ടെൻഡർ ചെയ്യുമ്പോൾ 2023 നമ്മൾ ഇതെല്ലാം പഠനവും IIT പഠനവും എല്ലാം കഴിയുമ്പോഴേക്കും 2023 2023 വർക്ക് ടെൻഡർ ചെയ്തു. പിന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ റോഡ് നിർമ്മിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ കഴിഞ്ഞ മഴ കഴിഞ്ഞിട്ടുള്ള വേനൽക്കാലത്തെ 2 മാസം, മാർച്ച് ഏപ്രിൽ മാസമാണ് രാബിയോൺ വാൾ കൺസ്ട്രക്ഷൻ കിട്ടിയിരുന്നത്. ആ സമയത്ത് റോഡ് പൂർത്തിയായില്ലെങ്കിലും ആ വാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ നൽകിയിരുന്നു. പക്ഷേ കോൺട്രാക്ടർക്ക് ആ സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി അതെന്താണ് അങ്ങനെ മെല്ലെ ആയത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. റോഡ് നിർമ്മാണത്തിന് കൊടുത്ത സമയം ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട്. പക്ഷേ അത് പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് വെള്ളം കയറി. കെട്ടിയ ഭാഗം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ കെട്ടിന് മുകളിലേക്ക് ഇത്തവണ വെള്ളം നന്നായിട്ട് കുതിച്ചൊഴുകി വന്ന് കയറിയപ്പോൾ റോഡിന്റെ ഇടിഞ്ഞ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗവും കൂടി തകർന്നു പോയി എന്നുള്ളതാണ്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഇടപെടലുകളെ തുടർന്നാണ് ബദൽ റോഡിന് കിഫ്ബി അംഗീകാരം നൽകിയത്. പുഴത്തീരം ഒഴിവാക്കി റോഡിന് സമീപത്തെ ഭൂമിയും കെട്ടിടവും ഏറ്റെടുത്ത് ബദൽ പാത നിർമ്മിക്കാൻ കിഫ്ബി CEO അംഗീകാരം നൽകി. ഇതിലൂടെ പുതുക്കിയ അലൈൻമെന്റ് തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തികൾ നടത്താനും കിഫ്ബി അനുമതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ബദൽ പാത ഒരുക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് മന്ത്രി നിർദ്ദേശിച്ചതെന്നും കെ ശൈലജ ടീച്ചർ MLA പറഞ്ഞു. പക്ഷെ ഇനി നമുക്ക് ഏറ്റവും സുരക്ഷിതം അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി സ്ഥലം എടുത്തിട്ട് റോഡിന്റെ അലൈൻമെന്റ് കുറച്ച് മാറ്റി ഈ പുഴക്കരയുടെ ഭാഗം കെട്ടി സംരക്ഷിക്കുകയും കുറച്ച് ഉള്ളിലേക്ക് ഇതിന്റെ അലൈൻമെന്റ് മാറ്റുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് നഗരസഭാ ചെയർമാനൊക്കെ അവിടെ പോയി പ്രദേശത്തുള്ള ആളുകളോട് സംസാരിച്ചിരുന്നു. അവർക്കതിന് വിരോധമില്ലെന്നാണ് മനസ്സിലായത്. പക്ഷേ ഇതിന് നഷ്ടപരിഹാരം നൽകി ഭൂമി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കിഫ്ബിയുടെ പ്രോജക്റ്റിൽ നിന്ന് അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ കിഫ്ബിയുടെ പ്രത്യേക അംഗീകാരം കിട്ടണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. MLA എന്നുള്ള നിലയിൽ ഞാനും നഗരസഭയും അതിനുള്ള അപേക്ഷ കൊടുത്തു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടും ആ കാര്യം പറഞ്ഞു. ഇന്ന് കിഫ്ബി യോഗം ചേർന്നുകൊണ്ട് നമ്മുടെ പ്രപ്പോസൽ അംഗീകരിച്ച വിവരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സമഗ്ര ന്യൂസ്, മട്ടന്നൂർ.